വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു സബ്ജക്റ്റില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ അത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, സജഷനായിട്ട് പറയാനുള്ളത്. IFRSനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. എന്താണ് IFRS, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, നീഡ് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് റോൾ ഓഫ് സെക്രട്ടേറിയൽ ഓഡിറ്റ്. സെക്രട്ടേറിയൽ ഓഡിറ്റ് ഇത് 2 വെയിറ്റേജിനും വരാറുള്ളതാണ് കേട്ടോ, നോക്കിയിരിക്കണം. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പല മോഡൽസിൽ ഏതെങ്കിലും ഒരു മോഡൽ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഫീച്ചേഴ്സ്, എക്സ്പ്ലെയിൻ ദ features of Anglo-American model of corporate governance, CG. Then next, corporate ഇമേജിനെ പറ്റിയുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് a corporate image. നോക്കിയിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് കോർപ്പറേറ്റ് ഇമേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് 2 വെയിറ്റേജോ 3 വെയിറ്റേജോ ഒക്കെ ആയിട്ട് വരാറുള്ളതാണ്, നോക്കുക. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് diversity in the workplace. നോക്കി വയ്ക്കുക. 2 വെയിറ്റേജിൻ്റെനും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരാറുണ്ട്, പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്, 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. നേച്ചർ ആൻഡ് റോൾ ഓഫ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ mechanism of corporate organizations. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ബേസിക്സ് തന്നെ വരുന്നു, നിർബന്ധമായും പഠിക്കുക. ഇനി മറ്റൊരു ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വിസിൽ ബ്ലോയിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുള്ളതാണ്. 2 വെയിറ്റേജോ 3 ആയിട്ടോ. നേച്ചർ ഓഫ് legislations on whistleblowing കൺസെപ്റ്റ് നിർബന്ധമായും പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. വിസിൽ ബ്ലോയിങ് across countries in the world. ഓക്കെ, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ 2 വെയിറ്റേജിൻ്റെയിലേക്ക് അതിൻ്റെ സിമ്പിൾ കൺസെപ്റ്റോ അതല്ലെങ്കിൽ 3 വെയിറ്റേജ് ആയിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിലോ നമുക്ക് ചോദ്യം വരാം കേട്ടോ. ഇനി ബേസിക്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് CG കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ എത്തിക്കൽ പ്രാക്ടീസസ് in HRM
അഗെയിൻ ബേസ് ആണ്. ദെൻ കമ്മിറ്റി റിപ്പോർട്ട്സ് ഒരുപാടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് കാഡ്ബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിട്ട് ഉള്ളതാണ്, അത് വരാറുണ്ട്. അപ്പോൾ recommendations of Cadbury committee report നോക്കി വയ്ക്കുക കേട്ടോ, നമുക്ക് പ്രതീക്ഷിക്കാം. കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് 2 വെയിറ്റേജിൻ്റെയിലും കാണാറുള്ളതാണ് കേട്ടോ, 2 പാർട്ടിലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ്. Then base again principles of business ethics ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം. അഗെയിൻ 2 വെയിറ്റേജിനും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സെബി ഗൈഡ്ലൈൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് CG നോക്കിയിരിക്കണം. പിന്നെ ഒരു പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഒരു ചോദ്യം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിനെ പറ്റിയിട്ട് കേട്ടോ. തിയറി presents in broader view അതിനെ ക്രിട്ടിക്കലി സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി പ്രസൻസ് ഇൻ ബ്രോഡർ വ്യൂ. അതിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ പ്രതീക്ഷിക്കാം. ഇനി കൾച്ചറൽ ഡിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അത് നോക്കുക. കൾച്ചറൽ ഡിവേഴ്സിറ്റി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം, പ്രതീക്ഷിക്കാം. പിന്നെ കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ കോമ്പോണൻസ്, കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ കോമ്പോണൻസ് പ്രതീക്ഷിക്കാം. പിന്നെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ പവേഴ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. powers of National Company Law Tribunal NCLT നോക്കിയിരിക്കണം. പിന്നെ നേരത്തെ ഞാൻ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ, രണ്ടും നോക്കാം. ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. പിന്നെ ഗ്രീൻ ഗവേണൻസിനെ പറ്റിയിട്ട് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നോക്കി വെച്ചോളൂ. നോട്ട് എക്സ്പ്ലെയിൻ the initiatives towards green governance 2 വെയിറ്റേജിനും വരാറുണ്ട് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഒരു സജഷൻ കൂടി നൽകിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ആസ് പെർ SEBI norms how to form audit committee in a company. പിന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സ് ഉണ്ട്, അത് നോക്കുക. ഓക്കെ, ഇപ്പോൾ 2 വെയിറ്റേജിൻ്റെനും നമ്മൾ 3 വെയിറ്റേജിൻ്റെനും പ്രതീക്ഷിക്കുന്ന മെയിൻ ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളതാണ് IFRSനെ പറ്റിയുള്ളത്. IFRS എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, നീഡ്സ്, ഫീച്ചേഴ്സ് നിർബന്ധമായും നോക്കുക. നേച്ചർ ആൻഡ് റോൾ ഓഫ് സെക്രട്ടറിയൽ ഓഡിറ്റ് വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. പിന്നെ ആംഗ്ലോ അമേരിക്കൻ മോഡൽ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, നോക്കുക. ഏതെങ്കിലും ഒരു മോഡൽ പ്രതീക്ഷിക്കാം.
ഇതിനായിട്ട് മുമ്പ് ആംഗ്ലോ അമേരിക്കൻ മോഡലിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഇമേജിൻ്റെ സ്റ്റെപ്സ്, ഡിവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ്, പിന്നെ ഇൻറ്റേർണലും എക്സ്റ്റേണലും കോർപ്പറേറ്റ് ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻസിനെ പറ്റിയിട്ട്, വിസിൽ ബ്ലോയിങ്, നേച്ചർ ഓഫ് ലെജിസ്ലേഷൻ ഓൺ വിസിൽ ബ്ലോയിങ് അക്രോസ് കൺട്രീസ് ഇൻ ദ വേൾഡ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്, ethical practices in HRM, recommendations of Cadbury Committee report, principles of business ethics, then SEBI guidelines of corporate governance. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി ഞാൻ പറഞ്ഞ ഒരു ഇൻഡയറക്റ്റ് മോഡ് ചോദ്യം, കൾച്ചറൽ ഡിവേഴ്സിറ്റി നോക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജസ്, കോർപ്പറേറ്റ് കൾച്ചർ കോമ്പോണൻസ്, പവേഴ്സ് ഓഫ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, പിന്നെ ഗ്രീൻ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ്, ഓഡിറ്റ് കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ഒരു ക്വസ്റ്റ്യൻസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.